ഹായ് ചങ്ങായിമാരെ, അപ്പോൾ ഇന്നൊരു ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ചിക്കൻ കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 4.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 നീരുള്ളി, 2 പൊട്ടറ്റോ, 2 ടൊമാറ്റോ ഇത്ര എടുത്തിട്ടുണ്ട്. അതൊക്കെ മുറിക്കണം. പിന്നെ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റണം. അതിന് മുമ്പ് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം. അപ്പം നമ്മൾ ടൊമാറ്റോയും പൊട്ടറ്റോയും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അവിടെ കുത്തുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ നമ്മൾ മസാല ഉണ്ടായിനി, അപ്പോൾ അത് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ടേസ്റ്റ് വർദ്ധിക്കും അതിട്ടാൽ. എന്നിട്ടത് നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ കഴുകി വെച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ചിക്കന് ഇട്ട് ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരാൻ തുടങ്ങി ഗൈസ്. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊത്തമ്പാരി പൗഡർ, ഗരം മസാല, ചിക്കൻ മസാല, പെപ്പർ പൗഡർ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാൻ ഇച്ചിരി അധികമാണ് ഇട്ട് കൊടുത്തത് ടേസ്റ്റിന് വേണ്ടി. ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ മസാല പിടിപ്പിച്ച് ഇതൊരു 5 മിനിറ്റ് വേവാൻ വെക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് നന്നായി വേവാൻ വെക്കാം. ഇത് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ മുളക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്തരച്ച മുളക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായി മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അതേ ഇതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ടൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നന്നായി മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വീണ്ടും തിളക്കാൻ വെക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ അടിപൊളി നാടൻ ചിക്കൻ കറി. നല്ല ടേസ്റ്റ് ആൻഡ് എമ്മിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.